ഇടപെടൽ മൂലം തൃശൂരിൽ രാത്രിപൂരം മുടങ്ങി. വെടിക്കെട്ട് നടന്നത് പകൽ വെളിച്ചത്തിൽ. തൃശൂരുകാരുടെ ഏറ്റവും വൈകാരികമായ ഉത്സവ മുഹൂർത്തമാണ് തൃശൂർ പൂരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേവലം 6 ദിവസം മാത്രം ശേഷിക്കെ ഇതിനോടകം ഈ പൂര വിവാദങ്ങൾ അവിടെ വലിയ രാഷ്ട്രീയ വിഷയമായി കഴിഞ്ഞു. സുബിഷി, തൃശ്ശൂരിലെ വിവാദങ്ങളുടെ കുടമാറ്റം ആർക്കായിരിക്കും തിരിച്ചടിയാവുക? തിരിച്ചടിയാവുമോ ഇല്ലയോ എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. തിരിച്ചടി ആവുകയാണെങ്കിൽ അത് ലക്ഷ്മി സംശയമില്ല, അത് പാളിച്ച സംഭവിച്ചത് പോലീസിൻ്റെ ഭാഗത്താണ്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെങ്കിലും, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനകത്ത് വടക്കുന്നാഥ ക്ഷേത്രം നിലകൊള്ളുന്ന, തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളൊക്കെ നിലകൊള്ളുന്ന തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെങ്കിലും അത് നേരിയ തോതിൽ ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി CPIയിലെ VS സുനിൽകുമാറിന് നേരിയ തോതിലെങ്കിലും തിരിച്ചടിയായേക്കാം. കോൺഗ്രസ് ഇവിടെ അറിയാം, സുബീഷ് ഒരു തൃശ്ശൂരുകാരനാണ്. പൂരം വലിയ തോതിൽ തൃശ്ശൂരുകാരുടെ ഒരു വൈകാരികതയാണ്. അവർക്ക് ഏറ്റവും വൈകാരികമായി പ്രതികരിക്കും പൂരത്തിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം വന്നാലൊക്കെ. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്ന വർത്തമാനങ്ങളെന്നും ഒരുപക്ഷെ സുബീഷിന് എന്നേക്കാൾ നന്നായി അറിയാം. തീർച്ചയായിട്ടും ലക്ഷ്മി, ഞാൻ ഇപ്പോൾ ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ നിന്നാണല്ലോ തുടക്കം. മഠത്തിൽ വരവ് പഞ്ചവാദ്യം വെളുപ്പിന് കൊട്ടിത്തീരുമ്പോൾ ഞാൻ അവിടെയുണ്ട്, മഠത്തിന് മുന്നിലുണ്ട്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്നു. അതിനുശേഷമാണ് ഈ പൂരപ്രേമികളെ വടം കെട്ടി വേർതിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ആനകളും മേളക്കാരും മാത്രം മതി, ആളുകൾ മാറി നിന്ന് ഇതൊക്കെ കണ്ടാൽ മതി എന്നായിരുന്നു പോലീസിൻ്റെ ഒരു നിലപാട്. ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ്. ഇപ്പോൾ ലക്ഷ്മി ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം നമ്മളൊരു ചർച്ച ഈ സ്റ്റുഡിയോയിൽ വെച്ച് നടത്തുകയുണ്ടായി. അപ്പോൾ ആ ചർച്ചയ്ക്കിടയിൽ ശ്രീജയുടെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നുണ്ട്, മഠത്തിൽ വരവിൽ ചെണ്ടക്കോൽ വീഴുമ്പോൾ എന്നൊരു പ്രയോഗം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇപ്പോൾ നമ്മളൊക്കെ വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരം കാണുകയും തൃശ്ശൂർ പൂരം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കഴിഞ്ഞ 15 വർഷത്തിലധികമായി തൃശ്ശൂർ പൂരത്തിന് ലൈവിൽ പങ്കെടുത്തു വരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ്, പഞ്ചവാദ്യത്തിൽ ചെണ്ട ഉപയോഗിക്കില്ല, തിമിലയാണ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ചെണ്ടക്കോൽ വീഴുക എന്നൊരു പ്രയോഗം കടമെടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പോലും അത് വലിയ രീതിയിൽ ട്രോളായി വിമർശിക്കപ്പെട്ടു. അപ്പോൾ ലക്ഷ്മി, തൃശ്ശൂർ പൂരത്തിൽ എവിടെയാണ് പഞ്ചവാദ്യം, എവിടെയാണ് പാണ്ടി, എവിടെയാണ് പഞ്ചാരി എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് അവിടെ പൂരം കാണാൻ വരുന്നത്. നമ്മളെക്കാൾ കൃത്യമായിട്ടുള്ള അറിവും വിവരവും പൂരത്തെക്കുറിച്ച് അവർക്കുണ്ട്. അപ്പോൾ അവരോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ ബാരിക്കേഡുകൾ കെട്ടി, വടം കെട്ടി, അവരോട് ഈ പഞ്ചവാദ്യം ഇങ്ങനെ ഉഷാറായിട്ട് വടക്കുന്നാഥൻ്റെ സന്നിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീങ്ങി നിൽക്കാൻ പറഞ്ഞാൽ അതനുസരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. പൂരം ഒരു വൈകാരികതയാണ് ലക്ഷ്മി തുടക്കത്തിൽ സൂചിപ്പിച്ചു. പ്രത്യേകിച്ചും ആ മേളത്തിനൊപ്പം നൃത്തം ചെയ്യുന്ന ഒക്കെ നമ്മൾ എല്ലായ്പ്പോഴും കാണുന്ന ഒരു ടെലിവിഷൻ കാഴ്ചയാണ്. അവിടെ പെട്ടെന്ന് എന്തുകൊണ്ട് പോലീസിന് ഇത് തോന്നി എന്നുള്ളതാണ്. എന്തായാലും ആ പോലീസ് നടപടിയെ ആദ്യം തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയത് അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തന്നെയാണ്. അദ്ദേഹത്തിന് കാര്യം വളരെ നന്നായി അറിയാം. ആദ്യം തന്നെ ഇപ്പോൾ ശബരിമല സുപ്രീം കോടതി വിധി, അത് ആ കോടതി വിധി നടപ്പാക്കുമെന്നൊരു തീരുമാനവുമായി LDF ഗവൺമെൻറ് മുന്നോട്ട് പോയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? വലിയ ഒരു തിരിച്ചടി അവർക്ക് നേരിട്ടു. ലോക്സഭാ ഇലക്ഷനിലും BJP അത് രാഷ്ട്രീയമായി ആ അവസരം ഉപയോഗിച്ചു. ഇവിടെയും സമാനമായി ആ അവസരം ഉപയോഗിക്കാൻ കഴിയുക സ്വാഭാവികമായും BJPക്കാണ്. തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നതും LDFന് തന്നെയായിരിക്കും. അത് ഏറ്റവും വേഗം മനസ്സിലാക്കിയത് VS സുനിൽകുമാറാണ്. അതുകൊണ്ടാണ് സഡൻ ആയിട്ടുള്ളൊരു പ്രതികരണം സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്ത് കാര്യത്തെയും രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശീലിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള അവസരമായിട്ട് കാണും. ഞാനവിടെ വന്നിരുന്നു, ഞാനത് രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താനല്ല അവിടെ വന്നത്. അവിടെ വന്നത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയാൽ അത് വെടിക്കെട്ട് നടക്കുമെന്ന് ഉറപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും മുതലെടുപ്പ് നടത്താൻ വേണ്ടിയല്ലല്ലോ. അപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തെപ്പറ്റി അറിയുന്ന ആൾക്കാർ, അതുമായിട്ട് ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരത്തിൻ്റെ വെടിക്കെട്ട് മുടങ്ങുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ പൂരം മുടങ്ങുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. ചില ആളുകൾക്ക് സന്തോഷം ഉണ്ടാവും, കാരണം ഇത് വെച്ചിട്ട് വോട്ട് പിടിക്കാലോ സന്തോഷിക്കുന്ന ആൾക്കാർ. ആ കൂട്ടത്തിൽ പെട്ട ആളല്ല ഞാൻ. പക്ഷേ ആ പ്രതികരണം കൊണ്ട് മാത്രം അതിൻ്റെ ആ ഒരു തട്ടുകേട് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇപ്പോൾ നോക്കൂ, കുടമാറ്റം നടക്കുന്നു. കുടമാറ്റം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുടമാറ്റം ലക്ഷ്മിക്ക് ഓർമ്മയുണ്ടാവും. ലയണൽ മെസ്സിയുടെ ചിത്രമുള്ള കുട വാനിൽ ഉയർന്നു.
അപ്പോൾ ഇതൊക്കെ കുടമാറ്റത്തിലാകാമോ എന്നൊരു ചോദ്യം കുടമാറ്റം കഴിഞ്ഞ ഉടൻ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ ഇത്തവണ ഗുരുവായൂരപ്പൻ്റെ ചിത്രമുള്ള കുടയോ അല്ലെങ്കിൽ തൃപ്രയാർ തേവരുടെ ചിത്രമുള്ള കുടയോ ഇതൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട്. ഗുരുവായൂരപ്പൻ ഉണ്ടാകാറുണ്ട്, തൃപ്രയാർ തേവർ ഉണ്ടാകാറുണ്ട്, ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും ഭഗവാനും ഭഗവതിയും അയ്യപ്പനും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ രാംലല്ല, പാറമേക്കാവ് രാംലല്ലയുടെ ചിത്രമുള്ള കുട ഉയർത്തുന്നു. വില്ല് കുലയ്ക്കുന്ന രാമന്റെ ചിത്രമുള്ള കുട ഉയർത്തിക്കൊണ്ട് തിരുവമ്പാടി അതിന് മറുപടി നൽകുന്നു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ബി.ജെ.പി രാമക്ഷേത്ര നിർമ്മാണവും രാംലല്ലയും ഒക്കെ വലിയ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുമ്പോൾ ബി.ജെ.പിക്ക് വലിയ നോട്ടമുള്ള തൃശ്ശൂരിൽ രാംലല്ല കുടമാറ്റത്തിനിടയിൽ വരുന്നത് യാദൃശ്ചികമല്ല. അതത്ര നിഷ്കളങ്കമായിട്ടുള്ള രാംലല്ല എന്തുകൊണ്ട് വന്നു? രാംലല്ല വരാനുള്ള കാരണം എന്താണ്? ആ രാംലല്ലയ്ക്ക് പിന്നിലെ പൊളിറ്റിക്കൽ അജണ്ട എന്നതാണ്. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അത് ആരുടെ അജണ്ടയാണ് എന്നുള്ളതും ഒരുപാട് തവണ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അയോധ്യയിലെ രാമൻ ഞങ്ങളുടെ രാമനല്ല എന്ന് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അയോധ്യയിലെ രാമൻ ഇതാണ് എന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട എന്താണ് എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം പലപ്പോഴും ഈ പൂരം കാണാനെത്തുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, അവിടെ മതമൈത്രിയുടെ ഒരു ആഘോഷം കൂടിയാണ് പലപ്പോഴും തൃശ്ശൂർ പൂരം. ഒരു ദേശീയ ഉത്സവം പോലെ കൊണ്ടാടുന്നതാണ് തൃശ്ശൂർ പൂരം. അപ്പൊ കുടമാറ്റത്തിനിടയിൽ രാംലല്ല ഉയരുന്നു, വില്ല് കുലയ്ക്കുന്ന ശ്രീരാമൻ വരുന്നു, അയോധ്യ ക്ഷേത്രം വരുന്നു. ഇതൊന്നും സ്വാഭാവികമല്ല, യാദൃശ്ചികമല്ല. അപ്പോൾ ഇതിനെ പൊളിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു മൂവ് അവിടെ ഉണ്ടായി. അതിനെ പൊളിക്കാൻ വേണ്ടിയാണ് ഈ രാത്രിയിലെ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനിടയിൽ ഇങ്ങനെ ഒരു അനാവശ്യമായ നിയന്ത്രണം പോലീസിൻ്റെ ഭാഗത്ത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത് എന്നുള്ള രാഷ്ട്രീയമായ ആരോപണം ആരുയർത്തുന്നു? കോൺഗ്രസും ബി.ജെ.പിയും ഉയർത്തുന്നു. അപ്പോഴും കോൺഗ്രസ് അവിടെ പറയുന്നത്, കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം ശ്രദ്ധിച്ചാൽ അറിയാം, ബി.ജെ.പിക്ക് വേണ്ടിയാണ് പൂരത്തെ തകർത്തുകൊണ്ടുള്ള ഇങ്ങനെ ഒരു നീക്കം ബി.ജെ.പിക്ക് വേണ്ടിയാണ് LDF സർക്കാർ കൊണ്ടുവന്നത് എന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അതേ ആരോപണം കുറച്ചുകൂടി ശക്തമായി പറയുന്നുണ്ട്. ബി.ജെ.പിക്ക് കളമൊരുക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു വിവാദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പോലീസിന്റെ അനാവശ്യ നടപടി സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് അവിടെ ചെയ്തിരിക്കുന്നത് ബി.ജെ.പിക്കുള്ള കളമൊരുക്കലായിരുന്നു എന്നാണ് അവരുടെ ആരോപണം. തീർച്ചയായും നമുക്ക് കെ മുരളീധരന്റെ ബൈറ്റ് ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് ബി.ജെ.പിക്ക് മറിച്ചു കൊടുക്കാനുള്ള നീക്കമാണ് ഉണ്ടാക്കി. അതിന് തെളിവല്ല, ഇന്ന് കാലത്ത് ഒരു യോഗം വിളിച്ചു രാജൻ്റെ കൂടെ LDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, മനസ്സിലാക്കാം. ഇന്നലെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പൂരപ്പറമ്പിൽ പോലും കാലത്തൊന്ന് വന്ന് പറ വെച്ച് പോയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരസുഖം ഇല്ലാണ്ടെന്ന് കാലത്തെത്തി? ഇന്നലെ വന്ന് നടുവേനാന്ന് പറഞ്ഞിട്ട് അധികം ഇന്നലെ ഒരു പരിപാടിക്കും വന്നില്ല, എലഞ്ഞിത്തറ മേളത്തിന് പോലും വന്നില്ല. എന്ന ആളുണ്ട് പെട്ടെന്ന് പുലർച്ചെ ചർച്ചയ്ക്ക് വരുന്നു. അപ്പോൾ ഇത് അവിശുദ്ധ അതിന് പൂരത്തിനെ കരുവാക്കാൻ പാടില്ലേ? ഈ ശബരിമല വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ബി.ജെ.പി വലിയ തോതിൽ രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കുകയും പക്ഷേ അതിന്റെ നേട്ടം കൊയ്തത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആയിരുന്നു. അതേ ഒരു ഭയം തൃശ്ശൂരിൽ വി.എസ്. സുനിൽകുമാറിനുണ്ട്, അതേ ഒരു പ്രതീക്ഷ കെ മുരളീധരൻ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ കെ മുരളീധരന്റെ പ്രതികരണം വന്നപാടെ വി.എസ്. സുനിൽകുമാർ അതിശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടല്ലേ? അല്ല, അവിടെ കെ മുരളീധരനാണ് എപ്പോഴും ഇതിനകത്തൊരു CPM BJP ഡീലുണ്ട് എന്നുള്ള ആരോപണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ഏത് ഘട്ടത്തിലും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത് ഇങ്ങനെ ഒരു നീക്കമുണ്ടായതും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കമുണ്ടായതിന് പിന്നിലും സംസ്ഥാന സർക്കാരാണ്, CPM ആണ്, LDF ആണ്, കാരണം അത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റിലെ അപകടം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വി.എസ്. സുനിൽകുമാറിൻ്റെ പ്രതികരണം വരുന്നത്. കെ രാജനും രാവിലെ പ്രതികരിച്ചത് പോലീസിൻ്റെ ഭാഗത്ത് പിഴവ് സംഭവിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ ഉത്തരവാദിത്തം ഗവൺമെന്റാണ്. CPI മന്ത്രിമാർ CPI മന്ത്രിയും ഇപ്പോൾ വി.എസ്. സുനിൽകുമാർ CPI സ്ഥാനാർത്ഥിയും ഈ സർക്കാർ നടപടിക്കെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ അത് ഇലക്ഷനിൽ കാര്യമായിട്ട് ബാധിക്കും. തോൽക്കാൻ പോകുന്ന വി.എസ്. സുനിൽകുമാറാണ്. ഇവിടെ ലക്ഷ്മി, ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു അരമണിക്കൂറിനകം ഇടപെട്ട് പരിഹരിക്കാവുന്ന ഒരു ഇഷ്യൂ മാത്രമേ ഇന്നലെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിന് ഉണ്ടായിരുന്നുള്ളൂ. സുഗമമായി രാത്രിപൂരം നടക്കുമായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ 10,000-കണക്കിന് പൂരപ്രേമികളാണ് ഈ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഇവൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഇലഞ്ഞിത്തറ മേളം മാത്രമല്ല, മഠത്തിൽ വരവ് പഞ്ചവാദ്യം മാത്രമല്ല, തെക്കോട്ടിറക്കം മാത്രമല്ല, കുടമാറ്റം മാത്രമല്ല, വെടിക്കെട്ട് മാത്രമല്ല, അത്
നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പും വഹിച്ച് ശ്രീ വടക്കുന്നാഥൻ്റെ അനുമതി വാങ്ങി, പൂരം നടത്താൻ അനുമതി വാങ്ങി, തെക്കേ ഗോപുര നട വഴി പുറത്തേക്ക്, ഇത്തവണ എറണാകുളം ശിവകുമാർ പുറത്തേക്ക് വരുമ്പോൾ ആരംഭിക്കുന്ന 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു മെഗാ ഇവൻ്റാണ്. ഇവിടെ ഘടകക്ഷേത്രങ്ങളുടെ പൂരം കാണാൻ വേണ്ടി മാത്രം വരുന്ന പൂരപ്രേമികളുണ്ട് അല്ലേ? പിന്നീട് ഉച്ചയ്ക്ക് പാറമേക്കാവിൽ അമ്മയുടെ എഴുന്നള്ളിപ്പ് കാണാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ളൊരു പൂരമുണ്ട്. ചിലർക്ക് കുടമാറ്റമാണ്, ചിലർക്ക് വെടിക്കെട്ടാണ്. അങ്ങനെ ആര് വന്നാലും, 10,000-കണക്കിന് പൂരപ്രേമികൾ വന്നാലും അവരെ ഉൾക്കൊള്ളാനുള്ളൊരു ശേഷി തൃശ്ശൂർ നഗരത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഈ നിയന്ത്രണം, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ പോലീസ് ഏർപ്പെടുത്തിയ ഈ നിയന്ത്രണം തികച്ചും അനാവശ്യമായിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായാൽ ആ സമയത്ത് തന്നെ ഇടപെട്ട് അരമണിക്കൂറിനകം തീർക്കാവുന്ന, പരിഹരിക്കാവുന്ന ഒരു ഇഷ്യൂ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ചിത്രമുള്ള കുടകൾ വാനിൽ ഉയർന്നു, രാംലല്ല, വില്ലുകുലയ്ക്കുന്ന ശ്രീരാമനൊക്കെ ഉയർന്നപ്പോഴും അതിനെതിരെ വിമർശനമേ ഉണ്ടായുള്ളൂ. പൂരത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് ദോഷമുണ്ടാക്കുന്ന, ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടലും ആ ഘട്ടത്തിലൊന്നുമില്ല. അപ്പോഴും ഈ പൂര ചടങ്ങുകൾ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് ആദ്യം തിരുവമ്പാടി ദേവസ്വമല്ലേ രംഗത്തെത്തുന്നത്? തീർച്ചയായിട്ടും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവാണ്. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിനിടയിലാണ് അതൊരു വൈകാരികമായ തീരുമാനമായിരുന്നില്ലേ? ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ആ സമയത്ത്. ഇപ്പൊ നോക്കൂ, ആൾക്കൂട്ടമില്ലാതെ എന്ത് പൂരമാണ്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം അവിടെ മഠത്തിൽ കൊട്ടിക്കലാശിച്ചതിന് ശേഷം വീണ്ടും അങ്ങോട്ട് റൗണ്ടിലേക്ക് നീങ്ങുന്നു. സർക്കാർ ഒരുക്കമായിരുന്നു. പക്ഷെ അതിനൊരു വേഗക്കുറവുണ്ടായോ എന്നതാണ് എൻ്റെ സംശയം. ഒരുപക്ഷെ ഇത്രയും ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട്, അല്ലെങ്കിൽ തിരുവമ്പാടി ദേവസ്വം അപ്പോഴേക്കും രാത്രി പൂരം നിർത്തിവെക്കും, വെടിക്കെട്ട് വേണ്ടെന്ന ഒരു തീരുമാനത്തിലേക്ക് തിരുവമ്പാടി ദേവസ്വം പോകുമെന്ന് കരുതി കാണില്ല. അത് മുൻകൂട്ടി കാണാൻ ഒരുപക്ഷെ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർക്ക് സാധിച്ചിട്ടുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വേഗത്തിലൊരു പ്രശ്ന പരിഹാരത്തിന് ഏതായാലും ഈ ഒരു കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ, ഈ വൈകാരിക പ്രതികരണം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ തന്നെ സർക്കാർ വേഗത്തിൽ അതൊന്ന് സെറ്റിൽ ചെയ്യണം എന്ന് വിചാരിക്കുകയും, മന്ത്രിമാരുടെ പ്രതികരണമൊക്കെ ഇന്ന് അതാണ് സൂചിപ്പിക്കുന്നത്. എല്ലാം പോലീസിന്റെ നടപടിയുടെ ഭാഗമാണെന്ന്. കാരണം ശബരിമല അവരുടെ ഓർമ്മകളിൽ വളരെ കൃത്യമായി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, VS സുനിൽകുമാറിനെ തന്നെയാണ്. സുനിൽകുമാർ ഇനി തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും ഒക്കെ സുനിൽകുമാർ തൃശ്ശൂരിൽ തന്നെ ഉണ്ടാകും. തൃശ്ശൂരിന്റെ സുനിലേട്ടൻ എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ സുനിൽകുമാറിന്റെ ബൈറ്റിൽ സുനിൽകുമാർ പറയുന്നത് ആ ഒരു വൈകാരികമായിട്ടൊരു വേദന സുനിൽകുമാറിന്റെ ഉള്ളിലുണ്ട്. അതെ, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന് ശേഷമൊക്കെ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ് ആരാണ് ഏറ്റവും വലിയ പൂരപ്രേമി എന്ന് കാണിക്കുവാനായിട്ട്. ഈ വിഷയത്തെ BJP രാഷ്ട്രീയ വിഷയമാക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അവിടുത്തെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അങ്ങനെ ഒരു പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല അല്ലേ? ഇല്ല, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളുടെ ഒരു പ്രതികരണത്തിൽ സൂക്ഷിക്കേണ്ട ഒരുപാട് ഈ ചട്ടങ്ങളുടെ പരിധിക്ക് പുറത്തു പോകരുതല്ലോ. ഇതൊരു വൈകാരികമായിട്ടുള്ള വിഷയമാണ്, ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ശ്രീ വടക്കുന്നാഥനെ സാക്ഷിയാക്കി അവിടെ തിരുവമ്പാടിയും പാറമേക്കാവുമാണ് പൂരം നടത്തുന്നത്. പിന്നെ 8 ഘടകക്ഷേത്രങ്ങളുടെ പൂരങ്ങളും അങ്ങോട്ട് വരികയാണ്. അപ്പോൾ നേരത്തെ ലക്ഷ്മി പറഞ്ഞല്ലോ, തിരുവമ്പാടിയുടെ തീരുമാനം അതിന് കുറച്ച് വേഗം കൂടിയോ, അതല്പം വൈകാരികമായി പോയോ എന്ന്. ലക്ഷ്മി പൂരപ്പറമ്പിൽ പോയി നിന്നാൽ അവിടെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളത്തിനൊരു സമയക്രമമുണ്ട്, മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനൊരു സമയക്രമമുണ്ട്. ആ സമയക്രമം ചുരുങ്ങിപ്പോയാൽ നമ്മൾ വൈകാരികമായി പോകും. അതാണ് ആ പൂരപ്പറമ്പിൻ്റെ ആകെയുള്ള ഒരു ടോട്ടാലിറ്റി, വൈകാരികത. അപ്പോൾ അവിടെ അങ്ങനെ ഒരു തീരുമാനം തിരുവമ്പാടിക്ക് എടുത്തേ പറ്റൂ ആ ഘട്ടത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ആ ഇഷ്യൂ യഥാസമയം ഇടപെട്ട് പരിഹരിക്കാൻ ഈ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ സർക്കാരിനോ കഴിഞ്ഞില്ല. അവിടെയാണ് BJP അത് പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. സുരേഷ് ഗോപി അവിടെ സജീവമായി രംഗത്തുണ്ട്. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാണ്, ഞാൻ അതൊന്നും കുറ്റം പറയില്ല. സുരേഷ് ഗോപി അത് ഉപയോഗിക്കും, രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും. സുരേഷ് ഗോപിയിലേക്ക് വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടാൻ ചുരുങ്ങിയ പക്ഷം തൃശ്ശൂർ നിയോജക മണ്ഡലത്തിനകത്തെങ്കിലും ഇതൊരു പക്ഷേ കാരണമായി തീർന്നേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് സുരേഷ് ഗോപിയുടെ പ്രതികരണം കൂടി നമുക്ക് കാണാം. പൂരം എന്ന് പറയുന്ന ഒരു ബൊനാൻസ അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ജനങ്ങളെയാണ് നിഷേധിച്ചിരിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയം കാണുകയും രാഷ്ട്രീയ വക്രം സംസാരിക്കുന്നവരെയും ജൽപ്പനങ്ങൾക്കൊന്നും മറുപടിയേയില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണം. നാട്ടുകാരെ തല്ലിയതിന് ആര് പറഞ്ഞിട്ട് തല്ലിയെന്ന് അറിയണം. വെടിക്കെട്ടിൽ വെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞത് ആരാണെന്ന് ആര് പറയിച്ചു? കാക്കിയിട്ടവരെ കൊണ്ടും അഡ്മിനിസ്ട്രേഷനിലുള്ളവരെ കൊണ്ടും
വെടിക്കെട്ട് നിരത്തി വെച്ചിരിക്കുന്നതിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചു കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരം അതും അറിയണം. സുബീഷ്, ഈ പൂരവിവാദം ഏത് തരത്തിൽ തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ഗതിയെ മാറ്റുമെന്ന് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ കൂടി നോക്കി ഉറപ്പായിട്ടും ലക്ഷ്മി. ഇപ്പോൾ പൂരം ഒരു രാഷ്ട്രീയ വിഷയമല്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്തെ പൂരം തീർച്ചയായിട്ടും രാഷ്ട്രീയ വിഷയമാണ്. ആ പൂരത്തിൻ്റെ നടത്തിപ്പിൽ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ചടങ്ങ് നീട്ടിവെക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അതിൽ ഒരു മുടക്കം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പിഴവാണെങ്കിലും പക്ഷേ അതിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. അത് തിരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ ഉപയോഗിക്കപ്പെടും, ഏത് രീതിയിൽ സ്വാധീനിക്കപ്പെടും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. സ്വാഭാവികമായിട്ടും BJP അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കും. കാരണം മോദി 2 or 3 തവണ ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഇമയനക്കമുണ്ടായാൽ അത് ബാധിക്കുക ആലത്തൂരും ചാലക്കുടിയും ഒക്കെയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിലുണ്ടായിട്ടുള്ള ഈ അസന്നിഗ്ധാവസ്ഥ, ഈ ദേവസ്വം മന്ത്രി കൂടി മത്സരിക്കുന്ന ആലത്തൂരിൽ, അപ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെ ഏത് രീതിയിൽ അത് സ്വാധീനിക്കപ്പെടും എന്നുള്ളത് കണ്ടറിയാം. ICL Finco, the intelligent choice.